ഹലോ ഗായ്സ്, ഇറ്റ്സ് കൈസി വാൻ. നമുക്കിന്ന് സ്റ്റാൻഡേർഡ് 6 രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കാം. മധ്യകാല ഇന്ത്യ, സമൂഹം, വിഭവം, വിനിമയം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മധ്യകാല ഇന്ത്യയെ പറ്റിയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അവിടുത്തെ സമൂഹം എങ്ങനെയായിരുന്നു, അവിടുത്തെ വിഭവങ്ങൾ എന്തെല്ലാമായിരുന്നു, അവിടെ ഉണ്ടാകുന്ന വിഭവങ്ങൾ എങ്ങനെ വിനിമയം ചെയ്തു എന്നുള്ളത് ഈ ചാപ്റ്റർ പഠിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ സമയത്ത് ഇന്ത്യയിൽ വന്നു പോയവരുടെ കുറച്ച് കാര്യം കൂടെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ, അവിടെ ബാബർ നാമേന്ന് എഴുതിയിട്ടുള്ളൊരു ഡയലോഗാണ് കിടക്കുന്നത്. എന്താ, ഹിന്ദുസ്ഥാൻ അത്ഭുതമുളവാക്കുന്ന ഒരു ഭൂഭാഗമാണ്. മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തികച്ചും വിഭിന്നമാണ്. ഇവിടത്തെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികൾ എല്ലാം വ്യത്യസ്തമാണ്. ഇവിടത്തെ മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യമാർന്നവയാണ്. ഇത് എവിടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബാബർ നാമയ്ക്കകത്താണ് പറഞ്ഞിരിക്കുന്നത്. മുഗൾ ചക്രവർത്തിയായ ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പാണ് ബാബർ നാമ, അല്ലേ? ഓർമ്മക്കുറിപ്പായ ബാബർ നാമയിൽ നിന്നുള്ള ഭാഗമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെല്ലാം മനസ്സിലാവും? അതിൽ മുകളിൽ എന്താ പറഞ്ഞേക്കുന്നത്? വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് ഇന്ത്യ എന്നാണ് ഇതിന് മനസ്സിലാവുന്നത്. അതിനി ഭൂപ്രകൃതി അനുസരിച്ചായാലും ആളുകളെ അനുസരിച്ചായാലും നമ്മൾ വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞവരാണെന്ന് ബാബർ നാമയുടെ ആ സെൻറ്റൻസ്, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇന്ത്യയിലെ വൈവിധ്യങ്ങളും വിഭവങ്ങളുമാണ് ബാബർ നാമ വിശദീകരിക്കുന്നത്. ഈ വൈവിധ്യങ്ങളും വിഭവസമൃദ്ധിയുമാണ് സഞ്ചാരികളെ മധ്യകാല ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. ഇന്ത്യയുടെ മധ്യകാല ചരിത്രം ആരംഭിക്കുന്നത് എന്ന് തൊട്ടാണ്? CE 8 to 18 മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. ആ സമയത്ത് ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവരെ പറ്റിയും ദക്ഷിണ ഇന്ത്യയും പശ്ചിമേന്ത്യയും ഭാഗങ്ങളിൽ ഭരണം നടത്തിയവരെയും പറ്റിയാണ് മുമ്പ് പറഞ്ഞത്. ഈ സമയത്ത് ഇവിടെ വന്നു പോയവരെ പറ്റിയായിരിക്കും ഇനി പറയാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ ആ കാലത്തെ നമുക്ക് മെയിനായിട്ട് അറിയാനുള്ളത് സാമ്പത്തിക വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇതുപോലുള്ള സഞ്ചാരകൃതികളെക്കുറിച്ചും സഞ്ചാരക്കുറിപ്പുകളിൽ നിന്നുമൊക്കെയാണ്. ഇവിടെ വീണ്ടും ആരോ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, കൃഷിയും കൈത്തൊഴിലും. അൽ ബറൂണിയാണ് എഴുതിയിരിക്കുന്നത്. അൽ ബറൂണി പുള്ളി എന്തോ എഴുതി വെച്ചേക്കുന്നത്? ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽക്കരവും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് ആ സമയത്തുണ്ടായിരുന്ന 2 കരങ്ങളാണ്. കരമെന്ന് പറഞ്ഞാൽ എന്തോന്നറിയില്ലല്ലേ? ഇതുപോലെ തന്നെ കച്ചവട വരുമാനത്തിൽ നിന്ന് നികുതി അടയ്ക്കണം. അപ്പോൾ കച്ചവടക്കാർക്കും എന്ത് കൊടുക്കണം? ഇതുമാതിരി കരം അല്ലെങ്കിൽ നികുതി അടയ്ക്കണം. കരം എന്ന് പറഞ്ഞാൽ നികുതിയാണ്, ഒരു ടൈപ്പ് ഓഫ്. ഭൂമിക്കും ഒക്കെയാണ് സാധാരണ നമ്മൾ കരം എന്ന് പറയുന്നത്. പെരയിടത്തിനുള്ള കരം, വീട്ടുകരം, അങ്ങനെയൊക്കെ പറയത്തില്ല. അതിനൊക്കെ ഭൂമിക്കരവും മേച്ചിൽക്കരവും കൊടുക്കണം. കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിക്കരവും കന്നുകാലികളെ മേയ്ക്കുന്നവർക്ക് കരവും ആയിരിക്കും. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു വൈബിലെടുക്കാം. ഇനി വരുമാനത്തിൻ്റെ 1/6 ഭാഗം നാടിൻ്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ രാജാക്കന്മാർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 1/6 ഭാഗം നാടിൻ്റെ സംരക്ഷണത്തിന് ഉപയോഗിക്കണം. എന്നിട്ട് പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ അൽ ബറൂണി എന്ന സഞ്ചാരിയുടെ വിവരണത്തിൽ നിന്നുള്ള ഭാഗമാണ് മുകളിൽ കൊടുത്തേക്കുന്നത്. അപ്പം മധ്യ ഏഷ്യയിൽ നിന്നാണ് പുള്ളി എവിടേക്ക് എത്തിയത്? ഇന്ത്യയിലേക്ക് എത്തിയത്. ആരാണ്? അൽ ബറൂണി. ഓക്കെ, അൽ ബറൂണിയുടെ വിവരണത്തിൽ പരാമർശിച്ചുള്ള തൊഴിലുകളും നികുതികളും നമുക്കറിയാലോ. എന്തൊക്കെ നികുതികളാണ് ഉണ്ടായിരുന്നത്? ഒന്ന് മേച്ചിൽക്കരവും, ഒന്ന് വേറെ എന്തോ കൊണ്ടുവിടുന്നല്ലോ, ഭൂമിക്കരവും. അതുതന്നെ, ഭൂമിക്കരവും മേച്ചിൽക്കരവും. കച്ചവടക്കാർക്കും കരം, നികുതി അടയ്ക്കണമായിരുന്നു. അതുപോലെ വരുമാനത്തിൻ്റെ 1/6 ഭാഗം നാടിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കണമായിരുന്നു. ഇനി മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. ഓക്കെ, അതിൽ മെയിൻ അവരുടെ ഐറ്റംസ് ഏതൊക്കെയാണ്? പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ് തുടങ്ങിയവയായിരുന്നു. അപ്പോൾ മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. അപ്പോൾ കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെന്തെങ്കിലും നട്ട് വളർത്തി അതിൻ്റെ വിളവെടുക്കുക എന്ന് മാത്രമല്ല, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി പണികൾ വല്ലതും ഇവിടെ ചെയ്തിരുന്നെന്നും കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ മെയിനായിട്ടുള്ള വിളകൾ ഏതൊക്കെയായിരുന്നു? പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ്. ഓക്കെ,
കൃഷിക്കനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായ ഭൂമി അക്കാലത്ത് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു. ഇത്തരം ഭൂമിയിൽ ആദ്യമായി കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം ലഭിച്ചിരുന്നു. അതായത് ആരും കൃഷി ചെയ്യാത്ത ഭൂമിയിൽ ആരെങ്കിലും കൃഷി ചെയ്താൽ ആ കൃഷിഭൂമി അയാൾക്ക് സ്വന്തമാവും. ഇപ്രകാരം കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടാൻ ഉത്സാഹശീലരായ കർഷകർ ശ്രമിച്ചു. കാർഷിക പുരോഗതിക്ക് വേണ്ടി ഭരണാധികാരികൾ സ്വീകരിച്ച നടപടികൾ നോക്കാം. എന്തൊക്കെയാണ്? ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്, വിത്തുകൾ വിതരണം ചെയ്തു, നികുതി ഇളവുകൾ നൽകി. അപ്പം നികുതി ഇളവെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ തൊട്ട് മുമ്പ് പറഞ്ഞതും അങ്ങനത്തെ ഒരു കേസല്ലേ. ആരും ഇല്ലാതിരുന്ന ഒരു ഭൂമി ഒരാൾ വന്നു, പുള്ളി കൃഷി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ പെരട ആർക്കുള്ളതായി? പുള്ളിക്കുള്ളതായി. നല്ല പരിപാടി. പിന്നെ സർക്കാർ എന്തൊക്കെ ഓഫർ അവർക്ക് കൊടുത്തിട്ടുണ്ട്? ജലസേചന സൗകര്യം കൊടുത്തിട്ടുണ്ട്, വിത്തുകൾ വിതരണം ചെയ്തു, പിന്നെ നികുതികളിൽ ഇളവുകൾ നൽകി. ഓക്കെ. മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തിരുന്നു. ഓക്കെ, ഭൂമിയും പതിച്ചു കൊടുക്കുന്ന പരിപാടിയും ഉണ്ടായിരുന്നു. ഈ സമ്പ്രദായം, ഈ പേര് നമുക്ക് വേണം, സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇക്ത എന്നറിയപ്പെട്ടു. അപ്പോൾ ഇക്ത എന്തുവാണ്? നമ്മൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് വേതനത്തിന് പകരമായിട്ട് ഭൂമി കൊടുക്കുന്ന പരിപാടിയുടെ പേരാണ് ഇക്ത. അത് ഇക്ത എന്നറിയപ്പെടുന്ന എപ്പോഴാണ്? സൽത്തനത്ത് കാലഘട്ടത്ത്. അതേ സാധനം, സെയിം സമ്പ്രദായം മുഗൾ കാലഘട്ടത്തിൽ എന്തെന്നറിയപ്പെടുന്നു? ജാഗിർദാരി എന്നറിയപ്പെടുന്നു. അപ്പോൾ ജാഗിർദാരി എന്ന് പറഞ്ഞാലും ജാഗിർദാരി എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാണ്? ഇക്തയ്ക്ക് ഈക്വലാണ്. ഇക്ത എന്ന് പറഞ്ഞാൽ അത് സൽത്തനത്തും, ജാഗിർദാരി എന്ന് പറയുമ്പോഴത്തേക്ക് അത് മുഗളും ആയിരിക്കും. അതാണ് വ്യത്യാസം. രണ്ടും എന്ത് തന്നെയാണ്? വേതനത്തിന് പകരമായി ഉദ്യോഗസ്ഥർക്ക് ഭൂമി പതിച്ച് നടക്കുന്ന പരിപാടിയുടെ പേരാണ്, സമ്പ്രദായത്തിൻ്റെ പേരാണ്. ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്യാം. മധ്യകാലഘട്ടത്തിൽ പ്രധാന വിളകൾ ഏതൊക്കെയായിരുന്നു? പരുത്തിയുണ്ട്, പിന്നെ പരുത്തി, നീലം, കരിമ്പ്. തിന്നുന്ന ആരെയൊക്കെ ഓർമ്മയുണ്ട്? കരിമ്പ്. ബാക്കിയാണ് ഓർമ്മയില്ലാത്തത്. പരുത്തി, നീലം, കരിമ്പ്. പിന്നെന്തുണ്ട്? മറന്നുപോയി. ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഉണ്ട് കേട്ടോ. ധാന്യങ്ങൾ ആൻഡ് പയറുവർഗ്ഗങ്ങൾ. അപ്പോൾ അതുവരെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ജാഗിർദാരി ഇക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി പതിച്ചു കൊടുക്കുന്നത്, വേതനത്തിന് പകരമായി ഭൂമി പതിച്ചു കൊടുക്കുന്ന സമ്പ്രദായമാണ് ജാഗിർദാരി അഥവാ ഇക്ത. ഇക്ത എന്ന് പറയുന്നത് സൽത്തനത്ത് കാലത്തെ പേരും ജാഗിർദാരി എന്ന് പറയുന്നത് മുഗൾ കാലഘട്ടത്തിലെ പേരുമാണ്. ഇനി കൃഷിയോടൊപ്പം കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല കൈത്തൊഴിലുകളും ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കൃഷി നടത്താൻ വേണ്ടിയും കുറച്ച് സാധനങ്ങൾ ആവശ്യം വരും. കൃഷി കഴിഞ്ഞിട്ടുള്ള പരിപാടിക്ക് നമുക്ക് പലതരം സാധനങ്ങൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണ ജോലികൾ കാണും. അപ്പോൾ പലതരം കൈത്തൊഴിലുകളും നിലവിൽ വന്നിരുന്നു. അപ്പോൾ നമ്മുടെ കൃഷി എന്തൊക്കെയായിരുന്നു? പരുത്തിയുണ്ട്, കരിമ്പുണ്ട്, ധാന്യങ്ങളുണ്ട്, പയറുവർഗ്ഗമുണ്ട്, നീലമുണ്ട്, കരിമ്പുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പരുത്തി എന്ന് പറയുന്നത് തുണി വ്യവസായത്തിന് വേണ്ടിയുള്ള ഒരു അസംസ്കൃത വസ്തുവാണ്. സോ നെയ്ത്തും മറ്റ് കൈത്തൊഴിലുകളുമായിരുന്നു പട്ടണങ്ങളിലെ പ്രധാന തൊഴിൽ. അപ്പോൾ അതിൽ നെയ്ത്ത് വരും. പരുത്തി വന്നപ്പോൾ നെയ്ത്ത് വന്നു. ഇനി ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിച്ച പരുത്തിയും നീലവും പട്ടുനൂലും നെയ്ത്ത് വ്യവസായത്തെ ശക്തമാക്കി. നമ്മൾ പറഞ്ഞാൽ നമ്മളിവിടെ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുവോ അതുമായി ബന്ധപ്പെട്ട ഫീൽഡായിരിക്കും നന്നായിട്ട് വളർന്നു വരുന്നത്. സോ നമ്മളിപ്പോൾ ഇവിടെ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, നീല ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതുപോലെ എന്ത് ഉൽപ്പാദിക്കുന്നുണ്ട്? പട്ടുനൂല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്ത്ത് എന്താക്കാം? സ്ട്രോങ് ആക്കാം. അപ്പോൾ നെയ്ത്ത് വ്യവസായം ശക്തമായിരുന്നു. ഇനി ഇന്ത്യൻ നെയ്ത്തുകാർ വ്യത്യസ്ത ഗുണങ്ങളിലും നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. അതിൽ പട്ടുണ്ട്, പരുത്തിയുണ്ട്, കമ്പിളി എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ അവയിൽ പ്രധാനപ്പെട്ടവയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പട്ടും പരുത്തിയും കമ്പിളിയും എല്ലാം നമ്മൾ ഉണ്ടാക്കി വിടുന്നുണ്ടായിരുന്നു. തുണി നെയ്യുന്നതിന് പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. നൂൽ നൂൽക്കുന്നതിനുള്ള ചർക്കയും നെയ്ത്തിനുള്ള തറികളും അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. അപ്പോൾ ഇതൊക്കെ നടത്തണമെങ്കിൽ വേണമെന്നുള്ള സാധനങ്ങൾ ചർക്കയും തറിയുമാണ്. തുണികളിൽ ചായം മുക്കുന്നതിന് നീലവും നിറക്കൂട്ടുകളും ഉപയോഗിച്ചു. ഇന്ത്യൻ തുണിത്തരങ്ങൾ ലോക പ്രശസ്തി നേടി. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് എന്ത് തുടങ്ങി കാണും? കയറ്റുമതി തുടങ്ങി കാണും. ഇവിടെ കുറച്ച് പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. കർഷകർ ജലസേചനത്തിന് ഉപയോഗിക്കുന്ന ജലചക്രം
ഇതൊക്കെ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. ചർക്ക, ഗാന്ധിജിയുടെ മിക്ക പിക്ചറിൻ്റെ കൂടെ ചർക്കയില്ലാത്ത പരിപാടിയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രെയിനായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വ്യവസായമായിട്ടുള്ളായിരുന്ന എന്തുവാണ്, നെയ്ത്ത് നമുക്കുണ്ടായിരുന്നു. കാര്യം നമ്മൾ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, നീല ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പിന്നെന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഇത് വെച്ചിട്ടുള്ള കൈത്തൊഴിലുകൾ, ചർക്കയും തറികളും ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ തുണിത്തരങ്ങൾ ഉണ്ടാക്കുകയും അത് കയറ്റുമതി ചെയ്യുന്നതിലൂടെ ലോക പ്രശസ്തി നേടി. ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് ലോക പ്രശസ്തി നേടിയത് എങ്ങനെയാണെന്നുള്ളത് ഈ സമയത്ത് ഇങ്ങനെയാണ്. മീൻസ് ആദ്യകാലഘട്ടത്തിൽ ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ പ്രശസ്തി നേടാനുള്ള കാരണം എന്താണ്, നമ്മളുടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു വ്യവസായമായിരുന്നു എന്ത്, ഈ തറിയും ശർക്കയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള നെയ്ത്തെന്ന് പറയുന്ന വ്യവസായം. ഓക്കെ, ഇനി നഗരങ്ങളും വാണിജ്യവും. വിജയനഗരം, നേരത്തെ പറഞ്ഞതാണല്ലോ ഈ സ്ഥലം, വിജയനഗരം ഏത് സെക്ഷനിലായിരുന്നു പറഞ്ഞത്? വിജയനഗര സാമ്രാജ്യം. ഹരിഹരൻ, രണ്ടാമത്തെ ആളുടെ പേര് എപ്പോഴും മറന്നു പോകും. ഹരിഹരനും എന്തുവായിരുന്നു പുള്ളിയുടെ പേര് മറന്നുപോയാൽ നമ്മൾ അപ്പോഴേ പോയി റിവൈൻഡ് ചെയ്ത് നോക്കണം. അതാണ് നമുക്ക് ഏറ്റവും ബെറ്ററായിട്ടുള്ള ഓപ്ഷൻ. അല്ലെങ്കിൽ പിന്നെ വീണ്ടും മറന്നു പോകും. എവിടെ? മറാത്ത, ബ്രാഹ്മിണി, വിജയനഗരത്തിൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഹരിഹരൻ, ബുക്കൻ, ഈ പുള്ളി ഞാൻ മറന്നു, ബുക്കൻ. പിന്നെ മെയിനായിട്ടുള്ള ആൾ കൃഷ്ണദേവരായർ. ഓക്കെ, വിജയനഗര സാമ്രാജ്യം. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുവായിരുന്നു? നഗരങ്ങളും അവിടുത്തെ വാണിജ്യമാണ് പറയാൻ പോകുന്നത്. ഇത്രയും നേരം പറഞ്ഞ എന്തുവായിരുന്നു? കൃഷിയും കൈത്തൊഴിലുമാണ്. അടുത്ത നഗരങ്ങളും വാണിജ്യവും. അതിന് വിജയനഗരം എന്ന മഹാനഗരി കിഴുക്കാൻ തൂക്കായ മലനിരകൾക്കരികിലാണ്. നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ട്. സമ്പൽ സമൃദ്ധിയുടെ കേദാരമായ ഈ നഗരത്തിലെ അങ്ങാടികളെല്ലാം വിലപിടിച്ച വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞവയാണ്. ആരാ പറഞ്ഞേക്കുന്നേ? നിക്കോളാ കോണ്ടി. നേരത്തെ പറഞ്ഞ ആരായിരുന്നു? അൽ ബറൂണി. പുള്ളി തന്നെ അൽ ബറൂണി. ചെക്ക് ചെയ്യാം. അതന്നെ, അൽ ബറൂണി. പുള്ളി ആരായിരുന്നു? പുള്ളി ഏത് നാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ടില്ല. മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ആളാണ് അൽ ബറൂണി. ഇപ്പോൾ പറഞ്ഞ ആൾ നിക്കോളാ കോണ്ടി. ഇന്ത്യയിലെത്തിയ ഇറ്റാലിയൻ സഞ്ചാരി ആയിരുന്നു. ആര്? നിക്കോളോ കോണ്ടി. വിജയനഗരത്തെക്കുറിച്ച് നൽകിയ വിവരണം ശ്രദ്ധിക്കൂ. അപ്പോൾ ഇറ്റാലിയൻ സഞ്ചാരിയാണ് ആര്? നിക്കോളോ കോണ്ടി. കാർഷിക രംഗത്തെ പുരോഗതി, വാണിജ്യം അഭിവൃദ്ധിപ്പെടാനുള്ള സാഹചര്യം ഒരുക്കി ആണല്ലോ, നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതായിരുന്നു. ഇനി ഇന്ത്യയിലെ സുഗന്ധദ്രവ്യങ്ങൾ, തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് തുടങ്ങിയവ പുറം നാടുകളിൽ പ്രിയ വിഭവങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കയറ്റി അയക്കുന്നുണ്ടായിരുന്നു സാരം. അല്ലെങ്കിൽ ഇവിടെ വരുന്നവർ ഇതുകൊണ്ടാണ് പോകുന്നത്. ഈ വിഭവങ്ങളാണ് വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. നമുക്ക് കുറേ കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആര് വരുമായിരുന്നു? നമ്മുടെ വാസ്കോ ഡ ഗാമ വരുന്നത് എന്ത് തിരക്കിയാണ്? ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ തപ്പിയാണ് പുള്ളി ഇങ്ങോട്ട് വരുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള വിഭവങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഏതൊക്കെയായിരുന്നു? സുഗന്ധവ്യഞ്ജനങ്ങളുണ്ടായിരുന്നു, തുണിത്തരങ്ങളുണ്ടായിരുന്നു, തുകലുണ്ടായിരുന്നു, രത്നങ്ങളുണ്ടായിരുന്നു, ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ്, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് വ്യാപാരികളെ ആകർഷിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കച്ചവടക്കാർ മധ്യ ഇന്ത്യയിലെത്തി. ഇന്ത്യയുമായി വ്യാപാരം നടത്തിയ പുറം നാട്ടുകാർ ആരെല്ലാമായിരുന്നു? ചൈനക്കാരുണ്ട്, അറബികളുണ്ട്, പോർച്ചുഗീസുകാർ ഇവിടെ ഉണ്ടവർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. നമ്മളെ പിടിച്ചടക്കിയ ആൾക്കാർ തന്നെയാണ് കിടക്കുന്നത്. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ, പിന്നെ ഉള്ളത് ചൈനക്കാർ, അറബികൾ. ഈ അറബികളുമായിട്ട് നമുക്ക് പണ്ടേ വ്യാപാര ബന്ധം ഉണ്ടെന്നാണ് പറയുന്നത്. ഇനിതാ നമ്മൾ വിട്ടിട്ട് പോകാൻ ചാൻസ് ഉള്ള ഒരു പെട്ടിതാ ഇവിടെ കിടക്കുന്നു, ബോക്സ്. കാലിക്കോയും കാലിക്കറ്റും. കാലിക്കറ്റ് അറിയാലോ അല്ലേ? കോഴിക്കോട് നിന്ന് പരുത്തി തുണിത്തരങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. കോഴിക്കോട് നിന്ന് കയറ്റുമതി ചെയ്തു. ഈ തുണിത്തരങ്ങൾ യൂറോപ്യൻ വിപണിയിൽ എന്തെന്നറിയപ്പെട്ടു? കാലിക്കോ എന്നറിയപ്പെട്ടിരുന്നു. കോഴിക്കോടിനെ യൂറോപ്യന്മാർ കാലിക്കറ്റ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും വിളിക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. അപ്പം നമ്മളുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്ന ആൾക്കാരാരൊക്കെയായിരുന്നു? പോർച്ചുഗീസുകാർ, ഇംഗ്ലീഷുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, അറബികൾ, ചൈനക്കാർ. അറബികൾ പണ്ടേ ഉണ്ട്. ഓക്കെ,
പിന്നെ നമ്മുടെ മെയിനായിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? കാർഷിക മേഖലയിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ഏതൊക്കെയായിരുന്നു? പരുത്തി, കരിമ്പ്, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പിന്നെന്താ, നീലം, ഓക്കെ, ഇതൊക്കെ ഉൽപ്പാദിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൈത്തൊഴിലുകളായിട്ട് ഏതൊക്കെ വന്നു? നെയ്ത്ത് ഒരു സാധനമായി. നമ്മൾ പരുത്തിയിലും പട്ടുനൂല്, നീലം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തുണിത്തരങ്ങളാണ് നമുക്ക് കൂടുതൽ ഇതായിട്ടുള്ളത്. ഇനി കോഴിക്കോട് നിന്ന് കയറ്റി വിടുന്ന സാധനങ്ങൾ പുറത്തുള്ള വിപണിയിൽ എന്തെന്നറിയപ്പെട്ടു? കാലിക്കോ എന്നറിയപ്പെട്ടു. കാരണം ആരാണ് കോഴിക്കോടിനെ കാലിക്കറ്റ് എന്ന് വിളിച്ചത്? യൂറോപ്യന്മാരാണ്. നമ്മൾ യൂറോപ്യൻ വിപണിയിലാണ് കാലിക്കോ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതൊരു പോയിന്റാണ്. യൂറോപ്യൻ വിപണിയിലാണ്. പുറത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഈ എല്ലാ രാജ്യക്കാരുമായിട്ട് നമുക്ക് എന്തുണ്ട്? വ്യാപാര ബന്ധമുണ്ട്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും അല്ല പറയുന്നത്, യൂറോപ്യൻ വിപണിയിലാണ് കാലിക്കോ എന്നറിയപ്പെടുന്നത്. യൂറോപ്യന്മാരാണ് കോഴിക്കോടിനെ കാലിക്കറ്റ് എന്ന് വിളിച്ചത്. ഓക്കെ, ഇനി അടുത്ത ആൾ കിടക്കുന്നു. ഇവരെ പിക്ചറൊക്കെ നല്ല കോമഡി പിക്ചറുകളാണ്. ഇബിനു ബത്തൂത്ത, ഈ പുള്ളി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്. ഇബിനി ബത്തൂത്ത. ഇപ്പോൾ പറഞ്ഞ ആൾ ആരായിരുന്നു? നിക്കോളോ കോണ്ടി, ഇറ്റാലിയൻ സഞ്ചാരി തന്നെ, ഇറ്റാലിയൻ സഞ്ചാരി. ഓക്കെ, നിക്കോളോ കോണ്ടി. അതിന് മുമ്പ് പറഞ്ഞത് അൽ ബറൂണി, പുള്ളി മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വന്ന്. ഓക്കെ, ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ കോണ്ടി. ഓക്കെ, ഇനിയിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇബിനു ബത്തൂത്ത. വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, നഗരങ്ങളുടെ തെരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ്. വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും ദൗലത്താബാദും. അപ്പോൾ ഡൽഹിയും ദൗലത്താബാദും പുള്ളി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇബിനു ബത്തൂത്തയാണ്. ഓക്കെ, ഇനി ഇപ്പുറത്താരായിരിക്കുന്നത്? റാൾഫ് ഫിച്ച്. ഓക്കെ, ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്ത് തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണ്. ഓക്കെ, ഡൽഹി ആവട്ടെ വലുതും സമ്പന്നവുമായ നഗരമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഇബ്നു ബത്തൂത്ത പറയുന്ന എന്തുവാ? ജനസംഖ്യയുണ്ട്, അതുപോലെ ഒരു സമ്പന്നമായ നഗരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കമ്പോളങ്ങളും ഇവിടെ ഒരുപാട് ഉൽപ്പന്നങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റാഡ്ഫിച്ചിൻ്റെ പടമാണ് ഈ കൊടുത്തേക്കുന്നത്. മുഖം പോലും ക്ലിയർ അല്ല. ഇനി റാൾഫിച്ചിൻ്റെ കാര്യം എന്തുവാ പറയുന്നത്? പുള്ളി ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും തിന്നെയും പറ്റിയാണ് പറയുന്നത്. അതും ഒരു സമ്പന്ന നഗരമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത, അതായത് അപ്പോൾ പുള്ളി ഏത് രാജ്യമാണ്? മൊറോക്കോ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയായ റാൾഫിച്ചും ഇന്ത്യൻ നഗരങ്ങളെക്കുറിച്ച് നൽകിയ വിവരണമാണ് കൊടുത്തേക്കുന്നത്. അപ്പം മൊറോക്കോ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത, ഇംഗ്ലീഷ് സഞ്ചാരിയാണ് റാൾഫ് ഫിച്ച്. ഓക്കെ, അക്കാലത്ത് മീൻസ് അവരുടെ വിവരണത്തിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഉൽപ്പാദന കേന്ദ്രങ്ങളെയും അതായത് ഉൽപ്പാദന കേന്ദ്രങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അത് വിവരണത്തിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? നമ്മുടെ ഇന്ത്യ ഒരു പൊതുവേ സമ്പത്തുള്ള ഒരു നഗരമാണ്. ഈ പുള്ളി സന്ദർശിച്ചത് ഡൽഹിയും ദൗലത്താബാദുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സമ്പന്ന നഗരമായിരുന്നു, വിവിധമായ ഉൽപ്പന്നങ്ങളിവിടെ ഉണ്ടായിരുന്നു, കമ്പോളങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇപ്പുറത്ത് റാൾഫിച്ചും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ നഗരമായിരുന്നു, സമ്പന്നമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എന്താ ഇനി പറയുന്നത്? ഉൽപ്പാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വളർന്നു വന്നത്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മളൊരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു കച്ചവടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉൽപ്പാദന കേന്ദ്രം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ജോലി ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരും. ഈ ജോലി ചെയ്യാൻ വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടി അവിടെ തന്നെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ഗ്രൂപ്പുകളായിട്ട് വീട് വയ്ക്കുകയും താമസിക്കുകയും കുടിലുണ്ടാക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് അവിടെ ഒരു സെറ്റിൽമെൻ്റ് ആവും. മീൻസ് അവിടെ ഒരു പുതിയൊരു നഗരം അല്ലെങ്കിൽ ഒരു പുതിയൊരു സെറ്റിൽമെൻ്റ് ആയിട്ട് വരും അവിടെ. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വളർന്നു വന്നത്. ഇത്തരത്തിൽ വളർന്നു വന്ന നഗരങ്ങളാണ് ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര തുടങ്ങിയവ. കൈത്തൊഴിലുകൾ, വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ, പരിചാരകർ, അടിമകൾ തുടങ്ങിയവരായിരുന്നു നഗരവാസികൾ. ഇത് കണ്ടിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ഈ പറയുന്നത് ആ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന്, അതായത്
ആ സൊസൈറ്റിക്കകത്ത് തന്നെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. കൈത്തൊഴിലുകാർ ചെയ്യുന്നവരുണ്ട്, വ്യാപാരം ചെയ്യുന്നവരുണ്ട്, ഉദ്യോഗസ്ഥർ, അതായത് അവിടുത്തെ രാജ്യവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ബന്ധത്തിലുള്ളവർ, പരിചാരകന്മാരുണ്ടായിരുന്നു, ലാസ്റ്റ് അടിമകളും ഉണ്ടായിരുന്നു. എവിടാണ്? ഏത് ഉത്പാദന കേന്ദ്രമാണോ അതിനെ ബന്ധപ്പെട്ടിയാണ് പറയുന്നത്. ഇത് നോക്കിയേ, ഫിഗറിനകത്ത് തന്നിരിക്കുന്നത് മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, എന്താ ഈ സൂറത്ത്, അതുപോലെ കോഴിക്കോട്, കൊച്ചി, കൊല്ലം, ഇതൊക്കെ, അതേപോലെ മഹാബലിപുരം, തഞ്ചാവൂർ, ഉറയൂർ, അതേപോലെ ഇവിടെ കൊൽക്കത്ത, ഇതൊക്കെ എന്താണ് തീരദേശത്ത് വരുന്ന സ്ഥലങ്ങളിലാണ് കൂടുതൽ വന്നേക്കുന്നത്, ഇങ്ങനെയുള്ള വാണിജ്യ കേന്ദ്രങ്ങൾ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ വാണിജ്യ കേന്ദ്രം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് കടലിടന്നൊക്കെ പോകണമെങ്കിൽ തുറമുഖ പ്രദേശങ്ങളിൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ഈ തുറമുഖ പ്രദേശങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് മാപ്പ് നോക്കാം. ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ പൊസിഷൻ. നമുക്ക് അല്ലാത്ത മാപ്പ് കൂടെ ഒന്ന് നോക്കാം. അല്ലാത്ത മാപ്പ് എടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഡൽഹി പൊസിഷൻ അറിയാമല്ലോ. ഡൽഹിയുടെ ഈ കിടക്കുന്നതാണ് ന്യൂഡൽഹി. തൊട്ട് ബാക്കിൽ അടുത്തത് ആഗ്ര. ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തർപ്രദേശിലാണ് ആഗ്ര. ഉത്തർപ്രദേശ്. ഓക്കെ, ഉത്തർപ്രദേശ്. നെക്സ്റ്റ് അടുത്ത തന്നേക്കുന്നത് പുതിയ പേജ് മാറിപ്പോയെന്നാണ് തോന്നുന്നത്. മധുര. നമുക്ക് അടുത്ത കണ്ടുപിടിക്കാൻ ഏതായിരുന്നു? ഡൽഹി, ആഗ്ര നമ്മൾ നോക്കി. ഇനി മുർഷിദാബാദ്, കൽക്കത്ത എവിടാണ്? പശ്ചിമ ബംഗാളാണെന്ന് അറിയാം. ഈ മുർഷിദാബാദ് എവിടെയാണെന്ന് നോക്കാം. മുർഷിദാബാദ് അത് എവിടാണ്? മുർഷിദാബാദ് ഈസ് ഓൾസോ ബംഗ്ലാദേശിലല്ല, വെസ്റ്റ് ബംഗാളിൽ തന്നെയാണ് കിടക്കുന്നത് മുർഷിദാബാദ്. പിന്നെ ഉള്ളത് അടുത്ത സ്ഥലം ഏതായിരുന്നു? കൽക്കത്ത. ധാക്ക പശ്ചിമ ബംഗാളാണെന്ന് തോന്നുന്നു. പശ്ചിമ ബംഗാളല്ലല്ലോ, ബംഗ്ലാദേശ്. ചെക്ക് ചെയ്യാം. ധാക്ക എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ തന്നെയാണ്. അപ്പോൾ ബംഗ്ലാദേശിലുണ്ടായിരുന്നു. പിന്നെ കൊൽക്കത്ത എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ്. പിന്നെ വേറെ അടുത്ത ഏതായിരുന്നു? മഹാബലിപുരം, ഉറയൂർ, തഞ്ചാവൂർ, മധുര, അതൊക്കെ നമുക്കറിയാം എവിടെയാണ്. കാഞ്ചീപുരം എല്ലാം തമിഴ്നാട്ടിലാണ്. ഹംപി എവിടെയാണ്? ഹംപി കാണുമ്പോൾ കർണാടക. ഹംപി എന്ന് പറയുന്നത് കർണാടക ബോർഡറല്ല കർണാടക. ഹംപി കർണാടക. പിന്നെ ഏതായിരുന്നു? ഹംപിയുടെ ആ മെയിൻ ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് പൈത്താൻ, അതവിടാണെന്ന് നോക്കാം. പൈത്താൻ ഓൾറെഡി ഞാൻ നോക്കിയതാണ്. മഹാരാഷ്ട്ര അല്ലേ? ഇവിടെ ആയിട്ട് വരും. അത് ഏതാ ഒരു നദിയുടെ തീരത്താണ് കിടക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഏത് നദിയാ? പേരില്ല നദിക്ക്. നദി തന്നെ ഗോദാവരി കേട്ടോ. ഗോദാവരിയുടെ തീരത്താ പൈത്താൻ. പിന്നെ ഉള്ള എന്തുവായിരുന്നു? അത് നമുക്കൊരു ഡൗട്ടുള്ള സെക്ഷനാണ്. സൂറത്ത് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര അല്ലേ? ഹംപി കർണാടക, പൈത്താൻ ഇപ്പം എവിടെ നിന്ന് കിട്ടി? പൈത്താൻ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ്. അതുപോലെ സൂറത്ത് മഹാരാഷ്ട്രയാണോ ഗുജറാത്താണോ? ഗുജറാത്താണെന്ന് തോന്നുന്നു സൂറത്ത്. ഒന്ന് ചെക്ക് ചെയ്യാം. സൂറത്ത് ഗുജറാത്താണ്. പിക്ചർ നോക്കുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ വരും ഇടയ്ക്കിടയ്ക്ക്. സൂറത്ത് ഗുജറാത്ത്, അതായത് കുറച്ചിൻ്റെ ഇങ്ങ് വരെ കിടക്കല്ലേ.
അങ്ങനെ അഹമ്മദാബാദ് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു, അഹമ്മദാബാദ് ഉണ്ട് അതിനകത്ത്. പിന്നെ ആഗ്ര, ഡൽഹി പറഞ്ഞു. അപ്പോൾ ഏകദേശം എല്ലാം ആയല്ലോ. ഇന്ത്യയുടെ ഫിഗറൊക്കെ കുറച്ച് ഇതാക്കണം. അപ്പോൾ ധാക്ക എവിടെ ആയിരുന്നു? ധാക്ക എന്ന് പറയുന്നത് ബംഗ്ലാദേശ്. അടുത്തത് മുർഷിദാബാദ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ്. കൽക്കത്തയും വെസ്റ്റ് ബംഗാളാണ്. ആഗ്ര എന്ന് പറയുന്നത് UP, ഉത്തർപ്രദേശ്. ഡൽഹി നമ്മുടെ ഡൽഹി തന്നെ. അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഗുജറാത്ത്, സൂറത്ത് ഗുജറാത്ത്. പൈത്താൻ മഹാരാഷ്ട്ര. ഹംപി കർണാടക. കാഞ്ചീപുരം ഇതെല്ലാം തമിഴ്നാട്. മഹാബലിപുരം, ഉറയൂർ, തഞ്ചാവൂർ, മധുര എല്ലാം തമിഴ്നാട്. ഈ കിടക്കുന്നതെല്ലാം കേരള. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. കർണാടകയ്ക്ക് ഒരു KR ഇട്ടേക്കാം. മഹാരാഷ്ട്രയ്ക്ക് MR ഇട്ടേക്കാം. മധ്യപ്രദേശോട് തിരിഞ്ഞു പോരുതല്ലോ. അടുത്തത് തൊഴിൽ കേന്ദ്രങ്ങൾ. അടുത്ത ആൾ വന്നു, ബെർണിയർ. ഈ പുള്ളിയുടെ കാര്യം നേരത്തെ പറഞ്ഞായിരുന്ന ഓർമ്മയില്ല. കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഒരു മുറിയിൽ മേൽനോട്ടക്കാരന് കീഴിൽ ചിത്രം തുന്നൽ നടത്തുന്നവരെ കാണാം. ഓക്കെ, അതെന്തോ ഏതോ ഒരു സ്ഥലത്തെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നിൽ സ്വർണ്ണപ്പണി എടുക്കുന്നവരെ, ചായം പൂശുന്നവരും ചെരുപ്പുണ്ടാക്കുന്നവരും വെവ്വേറെ മുറികളിൽ പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തുവാ? അത് വല്ല തൊഴിലിടമായിരിക്കും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കാം. ബെർണിയർ ഫ്രഞ്ച്. തൊട്ട് മുമ്പ് പറഞ്ഞ ഇബിനു ബത്തൂത്ത, പുള്ളി എവിടെയായിരുന്നു? മൊറോക്കൻ സഞ്ചാരിയായിരുന്നു. ഇംഗ്ലീഷുകാരനായിരുന്നു റാൽഫ് ഫിച്ചോ. പേരെന്തുവായിരുന്നു? ഇവരുടെ പേരൊക്കെ റാൽഫ് ഫിച്ച്. പുള്ളി ഇംഗ്ലീഷുകാരനായിരുന്നു അല്ലേ? എന്നല്ലോ, ഇംഗ്ലീഷുകാരനാണ്. ഇതിന് മുമ്പ് പറഞ്ഞ അൽ ബറൂണി മധ്യേഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരെ പറഞ്ഞു? വേറെ ആരെങ്കിലും പറഞ്ഞായിരുന്നോ? വേറെ ആരും പറഞ്ഞിട്ടില്ല. നിക്കോളോ കോണ്ടി പറഞ്ഞു. നിക്കോളോ കോണ്ടി എന്തായിരുന്നു? ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്നു. നിക്കോളോ കോണ്ടി ഇറ്റാലിയൻ സഞ്ചാരി. പിന്നെ മൊറോക്കോക്കാർ വന്നു, ഇംഗ്ലീഷായി. ഇപ്പോൾ വന്ന ആളാരാ? ബെർണിയർ ഫ്രഞ്ച് സഞ്ചാരി. തൊഴിൽ കേന്ദ്രങ്ങളെയും തൊഴിൽ വിഭവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് മുകളിൽ. അപ്പോൾ ഇനി എന്താണ്? ചെങ്കോട്ട കാർഖാന ഒരു പെയിൻറ്റിങ്. കാർഖാന എന്തുവാ? മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരത്തിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളായിരുന്നു കാർഖാനകൾ. അപ്പം മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് നൽകുന്നത് വിതരണം ചെയ്യുന്നതിനുള്ള കേന്ദ്രങ്ങളായിരുന്നു കാർഖാനകൾ. അപ്പോൾ അവരപ്പോൾ നേരത്തെ പുള്ളിയുടെ ഡിസ്ക്രിപ്ഷനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു? ചിത്രം തുരുന്നവരുണ്ട്, സ്വർണ്ണപ്പണി എടുക്കുന്നവരുണ്ട്, ചായം പൂശുന്നവരുണ്ട്, ചെരിപ്പുണ്ടാക്കുന്നവരുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന? ഈ മുഗൾ ഭരണാധികാരികൾക്കും രാജാക്കന്മാർക്കും പ്രഭുക്കൾക്കും വേണ്ടി ഉണ്ടാക്കുന്നു. അങ്ങനെ ആ സാധനങ്ങൾ ഉണ്ടാക്കി കൊട്ടാരത്തിലേക്ക് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളായിരുന്നു കാർഖാനകൾ. ഇനി ജനജീവിതം. ഇത്രയും നേരം ജനത്തിൻ്റെ കാര്യമല്ല പറഞ്ഞിരുന്നത്, ജനത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ നമ്മൾ. കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ജനജീവിതത്തിലേക്ക് വരുന്നത്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച അടുത്ത ഫ്രഞ്ച് സഞ്ചാരിയാണ് ആര്? ഡവർണിയർ. തൊട്ട് മുമ്പത്തെ ആളാരായിരുന്നു? ബെർണിയർ. നല്ല പേരല്ലേ? ബെർണിയറും ടവർണിയറും ഇവർ തമ്മിൽ ബന്ധമുണ്ടോ എന്തോ? ബെർണിയർ, ഈ പുള്ളിയുടെ പേര് ഡവർണിയർ. രണ്ടും ഇയർ. ഇവർ രണ്ടുപേരും ഫ്രഞ്ചുകാരാണ് അല്ലേ? ഫ്രഞ്ച്. പുള്ളിയും ഇപ്പോൾ പറഞ്ഞ ഹലോ, ഇത് ആരതാ? ഫ്രഞ്ച് സഞ്ചാരി. ഫ്രഞ്ച്. ഓക്കെ. ടവർണിയർ ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നത് നോക്കിയേ. ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത രീതിക്കും വസ്ത്രധാരണത്തിനും ഭക്ഷണ രീതിക്കും കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ. ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും ഇവിടെ കണ്ടു. ടവർണിയർ ഫ്രഞ്ച് സഞ്ചാരി. ഇപ്പോൾ പുള്ളി പറയുന്നത് നമുക്ക് എന്ത് മനസ്സിലായി? അവിടെയും ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ മലയാളം എന്ത് വരുന്നതിൻ്റെ വിവേചനം ഉണ്ടായിരുന്നു. ഓരോ അത് ഭക്ഷണത്തിലും
വസ്ത്രധാരണത്തിലും എല്ലാം വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വിവേചനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വർണ്ണപ്പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരും ഉണ്ടായിരുന്നു, വസ്ത്രം ധരിക്കാത്തവരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? സാമൂഹിക ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ അക്കാലത്ത് ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു. അവ എന്തൊക്കെയായിരുന്നു? ജാതി, ഉദ്യോഗം, സമ്പത്ത് തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് സാമൂഹിക പദവികൾ നിർണ്ണയിക്കപ്പെട്ടിരുന്നത്. ഇതെല്ലാം മിക്കവാറും ഉള്ള എല്ലാ സെക്ഷൻ്റെ ടൈമിലും ഇത് തന്നെയാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് വേർതിരിക്കലാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജാതിയുടെയും ഉദ്യോഗത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിലായിരിക്കും സാമൂഹ്യ പദവികൾ കൊടുക്കുന്നതും ഒക്കെ വരുന്നത്. അപ്പോൾ രാജാക്കന്മാരുണ്ട്, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ വളരെ ഉയർന്ന സാമൂഹിക പദവി അനുഭവിച്ചു. എല്ലായിടത്തും ഇവർ തന്നെയായിരിക്കും മെയിനായിട്ടുള്ള ഉയർന്ന പദവിയിലുള്ളത്. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉദ്യോഗസ്ഥർ. കൈത്തൊഴിലുകളും കൃഷിയിലും ഏർപ്പെടുന്നവർ സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവരായിരുന്നു. കൈത്തൊഴിലും കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ കൃഷി ചെയ്തിരുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? പരുത്തി, നീലം, കരിമ്പ്, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്തെഴുതാം? പട്ടുനൂലും എഴുതാം. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരുത്തി, നീലവും പിന്നെ പട്ടുനൂലും ഉള്ളത് കൊണ്ട് നമുക്ക് ഏതൊക്കെ വ്യവസായങ്ങളുണ്ടായിരുന്നു? നെയ്ത്തുണ്ടായിരുന്നു അല്ലേ? നെയ്ത്ത് നമ്മുടെ ഒരു മെയിനായിട്ടുള്ള വ്യവസായമായിരുന്നു നെയ്ത്ത്. ബാക്കിയുള്ള സുഗന്ധദ്രവ്യങ്ങളുടെയൊക്കെ നമുക്കുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കയറ്റി അയച്ചെന്നൊക്കെ നേരത്തെ പറഞ്ഞാണ്. ഇനി അപ്പോൾ കൈത്തൊഴിലുകളും കൃഷിയും ചെയ്യുന്നവർ എന്താണ്? സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടിലുള്ളവരായിരുന്നു. ഇനി ഒരേ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. സതി, ശൈശവവിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ നിലനിന്നിരുന്നു. അപ്പം ഇതൊക്കെ എന്തായിരുന്നു? അനാചാരങ്ങളായിരുന്നു. ഏത് സമയത്തുള്ള? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുഗളല്ലല്ലോ, മധ്യകാലഘട്ടത്തിലുള്ള ഇന്ത്യയിലെ കാര്യമാണ്. മധ്യകാലത്ത് നിലനിന്നതാണ് സതിയും ശൈശവവിവാഹവും. ഭർത്താവ് മരിക്കുമ്പോൾ ആ ചിതയിൽ ചാടി ഭാര്യ മരിക്കുന്ന പരിപാടിയുടെ പേരാണ് സതി. ശൈശവവിവാഹം എന്ന് പറഞ്ഞാൽ കുഞ്ഞിലേ പിടിച്ച് കെട്ടിച്ചു വിടും. 10 വയസ്സൊക്കെ ആവോ എന്തോ എനിക്കറിയത്തില്ല. 10, 34, 50 വയസ്സുള്ള കിളവന്മാർക്കൊക്കെ ആയിരിക്കും പിടിച്ച് കെട്ടിച്ചു കൊടുക്കുന്നത്. അതാണ് ശൈശവവിവാഹം. ഇനി വിജ്ഞാന കേന്ദ്രമായ ഇന്ത്യ. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏത് ഭാഷയിലും സംസാരിക്കാനാകും. എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. എക്സാമ്പിളാണ് മലയാളം. പിന്നെ വിജ്ഞാന സമ്പാദനത്തിന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വിജ്ഞാനത്തിന് പോകുന്ന ഒരു സ്ഥലമായിരുന്നു കാനഡ. ഇപ്പോൾ അവർ മെയിനായിട്ടുള്ള വിസ മതിയാക്കിയായിരുന്നു. ഈ ഇടയ്ക്ക് 2 ദിവസം മുമ്പത്തെ കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നു. കാനഡ ഏതോ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വിസ മതിയാക്കി അവരവിടെ കുടിയേറ്റം കൂടുന്നത് തടയുന്നതിന് വേണ്ടിയെന്ന് പറഞ്ഞു. സോ നമുക്കെല്ലാം ഈസിലി പഠിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി ആൾക്കാരാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ്. എന്തിന്? അതായത് വിജ്ഞാന സമ്പാദനത്തിന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ലെന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. കറൻ്റ്ലി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ്. അവരെന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ ഉള്ള നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളും പരുത്തിയും കമ്പിളിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവരിങ്ങോട്ട് വരുന്നത്. ചതുരംഗം, പഞ്ചതന്ത്ര കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണ്. അപ്പം ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകൾ പെടുന്നതാണ് ചതുരംഗവും പഞ്ചതന്ത്ര കഥയും സംഖ്യാശാസ്ത്രവും എല്ലാം. അമീർ ഖുസ്രു, ഈ മാമൻ കുറച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. അമീർ ഖുസ്രു ആണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. സൽത്തനത്ത് കാലത്ത് ജീവിച്ചിരുന്ന കവിയാണ് ആര്? അമീർ ഖുസ്രു. ഇന്ത്യയുടെ വിജ്ഞാന പുരോഗതിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നളന്ദ സർവകലാശാലയെക്കുറിച്ച് മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും പറഞ്ഞു കാണും. മധ്യകാല ഇന്ത്യയിലും നിരവധി വിദ്യാ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ വിദ്യാകേന്ദ്രങ്ങളിൽ അറിവ് തേടി എത്തി. അതിലാണ് ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര. ഈ മധുരയല്ല നേരത്തെ പറഞ്ഞ മധുര കേട്ടോ, ഡൽഹി. ഇത് വടക്കൻ ഏരിയ ബേസ് ചെയ്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിവിടങ്ങളിലെ വിദ്യാകേന്ദ്രങ്ങൾ ഇവയിൽ ശ്രദ്ധേയമായിരുന്നു. അപ്പോൾ മെയിനായിട്ട് വിദ്യാകേന്ദ്രങ്ങൾ നിലനിന്നിരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി.
ഇനി ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ വിജ്ഞാന ശാഖകൾ അക്കാലത്ത് പുരോഗതി നേടി. ഏതൊക്കെയാണ് മെയിനായിട്ട് വന്നത്? ജ്യോതിശാസ്ത്രവും ഗണിതശാസ്ത്രവുമായിരുന്നു. ഇനി ഭാസ്കരാചാര്യർ രചിച്ച ലീലാവതി, പുള്ളിയുടെ ഒരു കൃതിയാണ് കേട്ടോ. ഭാസ്കരാചാര്യർ രചിച്ച ലീലാവതി ശ്രദ്ധേയമായ ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു. പേര് കേട്ട് അത് ഗണിതമൊന്നും പറയൂലെങ്കിലും ഭാസ്കരാചാര്യർ രചിച്ച ലീലാവതി ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു. നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടു. ഏത് കാലഘട്ടത്തിലാണ്? ഈ പറഞ്ഞ മധ്യകാലഘട്ടത്തിലാണ്. ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ് എന്നിവിടങ്ങളിൽ വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. അപ്പം മെയിനായിട്ട് മധ്യകാലഘട്ടത്തിൽ വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നു? ജയ്പൂർ ഉണ്ടായിരുന്നു, ഡൽഹി ഉണ്ടായിരുന്നു, ഉജ്ജയിനി ഉണ്ടായിരുന്നു, ബനാറസ് ഉണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളൊക്കെ മാപ്പ് നോക്കി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കത്തില്ലേ? കണ്ടുപിടിക്കാൻ വേണേ കണ്ടുപിടിക്കാം, കുറച്ചുകൂടെ ടൈം ലാഗ് വരും. അതുകൊണ്ടാണ് കഥ ഇവിടെ അവസാനിക്കുവാണ്. മധ്യകാല ഇന്ത്യയുടെ സംഗ്രഹം എന്തുവാണ്? അപ്പോൾ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്ന സഞ്ചാരികൾ, ആ കാലത്തെ കുറിപ്പ്, ആദ്യത്തെ കുറിപ്പ് ആരുടേതായിരുന്നു? ആരായിരുന്നു? ഓർമ്മയുണ്ടോ? ഇപ്പം ലാസ്റ്റ് പറഞ്ഞായിരുന്നു, എനിക്കൊരു ടവണിയർ മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. ഇപ്പം ഇതിന് മുമ്പ് പറഞ്ഞ ആരായിരുന്നു? അമീർ ഖുസ്രു. പുള്ളി വിജ്ഞാനത്തിൻ്റെ ആൾ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളതാണ്. പുള്ളി ഇതല്ലല്ലോ, എന്തുവാ, സഞ്ചാരിയല്ലല്ലോ. അതിന് മുമ്പ് പറഞ്ഞ ആൾ ടവർണിയർ. ടവർണിയർ ഫ്രഞ്ച് സഞ്ചാരി. അതിന് മുമ്പ് ബെർണിയർ, പുള്ളിയും ഫ്രഞ്ച് സഞ്ചാരി. നിക്കോളോ കോണ്ടി അതിന് മുമ്പല്ലല്ലോ, അതിൻ്റെ ഇടയ്ക്ക് വേറെ ആരോ ഉണ്ടായിരുന്നല്ലോ, ബെർണിയർ. മൊറോക്കോ ആണോ? അല്ലല്ല, ബെർണിയർ പറഞ്ഞല്ലോ, മറന്നു പോന്നു. റാൽഫിച്ച് ഇംഗ്ലീഷുകാരൻ. ഇബിൻ ബത്തൂത്ത മൊറോക്കോ അല്ലേ? ആണ് ഇബിനു ബത്തൂത്ത മൊറോക്കോൻ സഞ്ചാരിയും റാൽഫിച്ച് ഇംഗ്ലീഷ് സഞ്ചാരി. എന്നിട്ട് ആരാണെന്ന്? പിന്നെ ആരുണ്ടായിരുന്നു? നിക്കോളോ കോണ്ടി ഇറ്റാലിയനാണോ? ഇറ്റാലിയൻ സഞ്ചാരി. ആദ്യം പറഞ്ഞ ആളുടെ പേരെന്തുവായിരുന്നു? അൽബറൂണി. അത് മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തി. ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം അൽബറൂണി അല്ലേ? അൽബറൂണി മധ്യ ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു. പിന്നെ നിക്കോളോ കോണ്ടി, പുള്ളി ആരായിരുന്നു? നിക്കോളോ കോണ്ടി ഇറ്റാലിയൻ. ഇബിനു ബത്തൂത്ത, പുള്ളി മൊറോക്കോ. മൊറോക്കോ. പിന്നെ റാൽഫിച്ച്, അദ്ദേഹം ഇംഗ്ലീഷ്. അത് കഴിഞ്ഞിട്ട് ബെർണിയർ, പിന്നെ ടവർണിയർ. അവർ രണ്ടുപേരും ഫ്രഞ്ചുകാരായിരുന്നു. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് അമീർ ഖുസ്രു. അയാൾ ഫ്രഞ്ചാരിയൊന്നുമല്ല, അത് നമ്മുടെ മധ്യകാല സമയത്ത് എവിടുത്തെ ആരുടെ കവിയായിരുന്നു? സൽത്തനത്ത് കാലത്ത് ജീവിച്ചിരുന്ന കവിയാണ്. മുഗളല്ല, സൽത്തനത്ത് കാലത്ത് ജീവിച്ചിരുന്ന കവിയായിരുന്നു അമീർ ഖുസ്രു. ഓക്കെ, ഇനി എന്താ പറയുന്നത്? കച്ചവടത്തിനായി നിരവധി വിദേശികൾ മധ്യകാലത്തിൽ ഇന്ത്യയിലേക്ക് വന്നു. ആരൊക്കെ വന്നായിരുന്നു? അല്ലെങ്കിൽ നമുക്ക് ആരൊക്കെയായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു? ചൈനക്കാരുമായിട്ടുണ്ടായിരുന്നു, അറബികളുമായിട്ടുണ്ടായിരുന്നു, പിന്നെ പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ, ഇവരോടൊക്കെ നമുക്ക് വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നു. കാർഷിക വാണിജ്യ പുരോഗതിക്ക് വേണ്ട സഹായങ്ങൾ ഭരണാധികാരികൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു, ജലസേചനം ഉറപ്പാക്കി, വിത്ത് കൊടുത്തായിരുന്നു, നികുതിയിൽ ഇളവ് ചെയ്തു കൊടുത്തായിരുന്നു. പിന്നെ മധ്യകാലഘട്ടത്തിൽ കൈത്തൊഴിലും കച്ചവട കേന്ദ്രങ്ങളും വളർന്നു. അത് നമ്മൾ പറഞ്ഞായിരുന്നു, കൈത്തൊഴിൽ കച്ചവട കേന്ദ്രങ്ങൾ വളർന്നിട്ടുണ്ടായിരുന്നു. അവിടെയാണ് നഗരങ്ങൾ രൂപവൽക്കരിക്കപ്പെട്ടതെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിൽ മെയിനായിട്ടുള്ളത് നെയ്ത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ലോഹപ്പണി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും അതിനിടെ വന്നിട്ടുണ്ട്. ഇനി മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരത്തിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളായിരുന്നു എന്ത്? ഖാർഖാനകൾ. മധ്യകാലഘട്ടത്തിൽ സാമൂഹിക സാമ്പത്തിക അസമത്വം നിലനിന്നിരുന്നു. അത് നമുക്ക്
ഓരോരുത്തരുടെ ലേഖനത്തിൽ നിന്ന് മനസ്സിലായ ഒരുപാട് ഡ്രസ്സ് ഇടുന്നവരും ഉണ്ടായിരുന്നു, ഒരു ഡ്രസ്സ് ഇടാനില്ലാത്തവരും ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയെ സാമ്പത്തിക പുരോഗതിക്കൊപ്പം വിജ്ഞാന പുരോഗതിയും കൈവരിച്ചു. അതായത് വിജ്ഞാനപ്രദം നളന്ദ സർവകലാശാല പറയുന്നുണ്ട്, ബനാറസ് എന്തുവാണ് അല്ലേ, ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി എന്നിവിടങ്ങളിൽ വിദ്യാകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് 2 വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ, 4 വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ ഇവിടെ കൊണ്ടായിരുന്നു. ജയ്പൂർ ഉണ്ടായിരുന്നു, ഡൽഹി, ഉജ്ജയിനി, ബനാറസ് എന്നിവിടങ്ങളിലെല്ലാം വാനനിരീക്ഷണ കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പഠന നേട്ടങ്ങൾ. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഈ ചാപ്റ്റർ ഏകദേശം കംപ്ലീറ്റ് ആയി. മറ്റേ ചാപ്റ്ററാണെങ്കിൽ ഒരു ലോങ് ചാപ്റ്ററൊന്നുമല്ല, പെട്ടെന്ന് തീരും. കുറച്ച് വന്നവരും പോയവരെയും കഥയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഒന്നുകൂടെ ഓടിച്ചു നോക്കാം. ഫസ്റ്റിൽ എന്തുവായിരുന്നു? ആദ്യം നമ്മൾ തുടങ്ങുന്നത് ബാബർ നാമയെന്നാണ് തുടങ്ങുന്നത്. ബാബർ നാമ എന്ന് പറയുന്നത് ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പായിരുന്നു. സാമൂഹിക സാമ്പത്തിക സംഭവങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്റർ പഠിപ്പിക്കുന്നതെന്ന് പറയുന്നു. പിന്നെ അൽബറൂണി എന്ന് പറയുന്നത് മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ സഞ്ചാരിയായിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ മെയിനായിട്ടുള്ള ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. നമ്മൾ കൃഷി ചെയ്യുന്ന പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ് എന്നിവയായിരുന്നു. പിന്നെ ആരെങ്കിലും ഒരു കൃഷിഭൂമി അനാഥമായിട്ട് കിടക്കുന്ന കൃഷിഭൂമി ആരെങ്കിലും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ കൃഷിഭൂമിയുടെ അവകാശം ആർക്കാവും? ആ ഏറ്റെടുത്ത ആൾക്കും അവിടെ കൃഷി ചെയ്ത ആൾക്കുമാണ്. ഭരണാധികാരികൾ ഒരുപാട് കാർഷിക പുരോഗതിക്ക് വേണ്ടി അവർ ഒരുപാട് പരിപാടികൾ ചെയ്തിരുന്നു. അതിലുള്ളതാണ് ഈ ജലസേചനം ഒരുക്കുക, വിത്തുകൾ വിതരണം ചെയ്യുക, നികുതി ഇളവുകൾ നൽകുക എന്നൊക്കെ പറയുന്നത്. ഇനി ജോലി ചെയ്തിട്ട് വേതനത്തിന് പകരം ഭൂമി പതിച്ച് നൽകുന്ന ഒരു സമ്പ്രദായം നിലനിന്നിരുന്നു. അതിന് ഇക്ത എന്നാണ് അറിയപ്പെടുന്നത്. ഏത് സമയത്ത്? സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇക്ത എന്നും, അതുപോലെ ജാഗിർദാരി എന്ന് മുഗൾ ഭരണകാലഘട്ടത്തിൽ ജാഗിർദാരി എന്നും അറിയപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈത്തൊഴിലുകളിലേക്കാണ് വരുന്നത്. നെയ്ത്ത് ഒരു മെയിൻ കൈത്തൊഴിലായിരുന്നു. പരുത്തി, നിലവും പട്ടുനൂലും എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ചർക്കയും തറികളും ഒക്കെ യൂസ് ചെയ്ത് നെയ്ത്ത് എന്ന് പറയുന്ന വ്യവസായം ഇവിടെ വളർന്നു വന്നു. ഇവിടുത്തെ ഡ്രസ്സിനൊക്കെ നല്ല ഡിമാൻഡായിരുന്നു. പിന്നെ നഗരങ്ങളും വാണിജ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് നിക്കോളോ കോണ്ടി പറയും. നിക്കോളോ കോണ്ടി ഒരു ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്നു. അദ്ദേഹം ഇന്ത്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിവരണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ, അതായത് സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ചന്ദനം, ലോഹം, മുത്ത്, ആനക്കൊമ്പ് ഇതിലൊക്കെയായിരുന്നു. ഈ ഇന്ത്യയിലുള്ള ഈ സാധനങ്ങൾക്കായിരുന്നു ആളുകൾക്ക് കൂടുതൽ താല്പര്യം. ഇതിനു വേണ്ടിയാണ് വ്യാപാരികൾ ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയിലെത്തിയത് കോഴിക്കോടിനെ കാലിക്കറ്റ് എന്ന് വിളിച്ചത് ആരായിരുന്നു? യൂറോപ്യന്മാരായിരുന്നു. യൂറോപ്യൻ വിപണിയിൽ കോഴിക്കോട് നിന്ന് കയറ്റി അയക്കുന്ന തുണിത്തരങ്ങൾ അറിയപ്പെട്ടിരുന്നത് എന്തെന്നാണ്? കാലിക്കോ എന്നായിരുന്നു. അങ്ങനെയല്ലേ പറഞ്ഞല്ലോ. യൂറോപ്യൻ വിപണിയിൽ കാലിക്കോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തുണിത്തരങ്ങൾ. കോഴിക്കോട് നിന്ന് പരുത്തി തുണിത്തരങ്ങൾ, പരുത്തി ടൈപ്പ് തുണിയാണ് കേട്ടോ, കമ്പിളി എന്നൊന്നുമല്ല, വെറും പരുത്തിയാണ്, പട്ട് തുണിയൊന്നുമല്ല. പരുത്തി തുണിത്തരങ്ങളാണ് എന്തെന്നറിയപ്പെട്ടത്? കാലിക്കോ എന്നറിയപ്പെട്ടിരുന്നത്. പിന്നെ ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം നടത്തിയ പുറംനാട്ടുകാർ, അതായത് ചൈനക്കാർ, അറബികൾ, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. പിന്നെ വന്നത് ഇബിനു ബത്തൂത്ത, റാൽഫിച്ച്. ഇബിനു ബത്തൂത്ത എന്ന് പറയുന്നത് മൊറോക്കൻ സഞ്ചാരിയായിരുന്നു. റാൽഫിച്ച് എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരനായിരുന്നു. തന്നെ നോക്കാം. മൊറോക്കൻ സഞ്ചാരി. സൽത്തനത്ത് കാലഘട്ടത്തിലാണ് ആര് വരുന്നത്? മൊറോക്കൻ സഞ്ചാരിയായ ഇബിൻ ബത്തൂത്ത. മറ്റേ പുള്ളി വരുന്നത് എപ്പോഴാണ്? മുഗൾ കാലഘട്ടത്തിലാണ് റാൽഫിച്ച് വരുന്നത്. മുഗൾ കാലഘട്ടത്തിൽ റാൽഫിച്ചും, സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇബിനു ബത്തൂത്തയും. സൽത്തനത്ത് ഇബിനു ബത്തൂത്ത, റാൽഫിച്ച് ഇംഗ്ലീഷ് സഞ്ചാരി മുഗൾ കാലഘട്ടത്തിൽ. ഓക്കെ, ഇനി പിന്നെന്തോ പറഞ്ഞിരുന്നത്? പിന്നെ നമ്മുടെ വ്യാപാര കേന്ദ്രങ്ങളിൽ, ഉൽപ്പാദന കേന്ദ്രങ്ങളെയും ചന്തകരെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ ഉണ്ടായതെന്നും പ്രധാനപ്പെട്ട നഗരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കാം. ഡൽഹി, ആഗ്ര UP-യിൽ, മുർഷിദാബാദ് വെസ്റ്റ് ബംഗാൾ, കൽക്കത്ത വെസ്റ്റ് ബംഗാൾ, ധാക്ക ബംഗ്ലാദേശ്, അവിടെ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക് മഹാബലിപുരം, ഉറയൂർ, തഞ്ചാവൂർ, മധുര, കാഞ്ചീപുരം എന്ന് പറയുന്നത് തമിഴ്നാട്. കേരളത്തിലുള്ള വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? കൊല്ലം, കൊച്ചി, കോഴിക്കോട്. ഓക്കെ, പിന്നെ ഈ സൈഡിൽ പോകുമ്പോഴത്തേക്ക് പിന്നെ വരുന്ന ഹംപി കർണാടകയാണ്, സൂറത്ത് ഗുജറാത്ത്, അഹമ്മദാബാദ് ഗുജറാത്ത്. അപ്പോൾ ഏതൊക്കെയുണ്ട്? ഇവിടെ വെച്ചാൽ കാണാമല്ലേ. ഓക്കെ, നമ്മുടെ മധ്യ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? അവിടെ നിന്ന് ഇങ്ങോട്ട്, മീൻസ് നോർത്ത് നിന്ന് താഴോട്ട് വരാം. അപ്പം ഡൽഹി ഉണ്ട്, പിന്നെ ആഗ്രയുണ്ട്. ആഗ്ര എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശ്. പിന്നെ മൂർഷിദാബാദോ അങ്ങനെ എന്തോ പേര്, മൂർഷിദാബാദ്
അതെവിടെയായിരുന്നു? വെസ്റ്റ് ബംഗാളാണെന്ന് തോന്നുന്നു, മുർഷിദാബാദ്. പിന്നെ ധാക്ക ബംഗ്ലാദേശാണ്. കൽക്കത്ത വെസ്റ്റ് ബംഗാൾ. ഇനി താഴോട്ട് വരുമ്പോഴത്തേക്ക് ഉറയൂർ, തഞ്ചാവൂർ, പിന്നെ കാഞ്ചീപുരം, പിന്നെ ഏതുണ്ടായിരുന്നു, മധുര, പിന്നെ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം തമിഴ്നാടായിരുന്നു. പിന്നെ കേരളത്തിലുള്ളത് എഴുതി കാണത്തില്ല, താഴെ കൊല്ലം, കൊച്ചി, കോഴിക്കോട്. പിന്നെ ഉള്ളത് ഹംപി, ഇത് കേരള, ഹംപി കർണാടക. പിന്നെ മഹാരാഷ്ട്രയിൽ എന്തെന്നോ ഉണ്ടായിരുന്നല്ലേ, പൈത്താൻ അല്ലേ, അങ്ങനെയല്ലേ പേര്? പൈത്താനാണ്, പൈത്താനെന്നോ പൈത്താനെന്നോ അങ്ങനെ എന്തോ ആണ്. പൈത്താൻ മഹാരാഷ്ട്ര, മറന്നതാ. പിന്നെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് സൂറത്തുണ്ടായിരുന്നു, സൂറത്ത് ആൻഡ് അഹമ്മദാബാദ് ഗുജറാത്ത്. പിന്നെ ചെക്ക് ചെയ്തൊക്കെ തന്നെയാണ്. കാഞ്ചീപുരം പറഞ്ഞായിരുന്നോ? ഉറയൂർ, തഞ്ചാവൂർ, മധുര, മഹാബലിപുരം. ഏതാ ഒന്ന് വിട്ടുപോയി. ഉറയൂർ, തഞ്ചാവൂർ, മഹാബലിപുരം വിട്ടുപോയി. മഹാബലിപുരം ഓക്കെ. ഹംപി, പൈത്താൻ, സൂറത്ത് ഗുജറാത്ത്, മുർഷിദാബാദ് വെസ്റ്റ് ബംഗാൾ തന്നെ, UP. ഓക്കെ, ഏകദേശം ലെവലായെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ പഠിക്കാനായിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇങ്ങനെ കറങ്ങിയാണ് വന്നത് ഇതിൽ, അതായത് ഇങ്ങനെ പോയി, ഇങ്ങനെ വന്ന് ഇതിലേ കയറി ഇങ്ങനെ പോയി. അതായിരിക്കും എനിക്ക് അങ്ങനെ ഒരു ഈസി വേ തോന്നി. അങ്ങനെ ആ വഴിക്കാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ വന്ന ആൾ ബെർണിയർ, ടവണിയർ എല്ലാം ഫ്രഞ്ചുകാരാണ് അല്ലേ? ബെർണിയർ എന്ന ഫ്രഞ്ച് ഓക്കെ. പിന്നെ ഈ അടുത്ത പറയുന്നത് ഖാർഖാനയാണ്. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരത്തിലേക്ക് വസ്തുക്കൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനുള്ള കേന്ദ്രങ്ങളായിരുന്നു ഖാർഖാനകൾ. അവിടെ പലതരത്തിലുള്ള ആൾക്കാർ പണി ചെയ്തിരുന്നു. പിന്നെ വന്നത് ടവണിയറാണ്. പുള്ളി വന്നിട്ട് എന്തിനാണ് പറഞ്ഞത്, ഇവിടെയുള്ള സമൂഹത്തിലുള്ള അസമത്വത്തെക്കുറിച്ചാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ജാതിയുടെയും ഉദ്യോഗത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ അസമത്വം ഉണ്ടായിരുന്നു. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉദ്യോഗസ്ഥർ എന്നിവർക്കായിരുന്നു സമൂഹത്തിൽ ഉന്നത പദവി ലഭിച്ചുകൊണ്ടിരുന്നത്. കൈത്തൊഴിൽ ചെയ്യുന്നവരും കൃഷിക്കാരും എല്ലാം സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടിലുള്ളവരായിരുന്നു. ഓരോ ജാതിക്കാർക്കും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. സതി, ശൈശവ വിവാഹം എന്നിവ നിലനിന്നിരുന്നു. പിന്നെ വിജ്ഞാന കേന്ദ്രമായ ഇന്ത്യ എന്ന് പറഞ്ഞ അമീർ ഖുസ്രു നമ്മുടെ സൽത്തനത്ത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കവിയായിരുന്നു. പുള്ളി പറഞ്ഞിരിക്കുന്നത് നമുക്ക് വിദ്യാകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് എവിടെയൊക്കെയായിരുന്നു? ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി. ഇത് നോർത്തേൺ ഏരിയയാണ്. ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി എന്ന് പറയുന്നത്. പിന്നെ ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം, വിജ്ഞാനശാലകൾ ഒരുപാട് പുരോഗതി നേടിയിട്ടുണ്ടായിരുന്നു. ഭാസ്കരാചാര്യ പ്രധാനമായിട്ട് മെൻഷൻ ചെയ്യുന്നത് ഗണിതശാസ്ത്ര ഗ്രന്ഥമായ ലീലാവതി ഭാസ്കരാചാര്യരുടേത്. പിന്നെ നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. പിന്നെ ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ് എന്നിവിടങ്ങളിൽ വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. എവിടെയൊക്കെയാണ്? ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ്. അപ്പോൾ ഓക്കെ, ഈ ചാപ്റ്റർ ഏകദേശം ഒരു ലെവലായി എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഏകദേശം കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ മാറിപ്പോയിരുന്നാൽ മതി. വന്ന സഞ്ചാരികളെക്കുറിച്ചും ജസ്റ്റ് അവിടെയുള്ള സാമൂഹ്യ സിറ്റുവേഷനെ കുറിച്ച് മാത്രമേ ഒരു ഐഡിയ ഈ ചാപ്റ്റർ തന്നിട്ടുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ ലേണിംഗ് വിത്ത് മീ.